മർക്കോസ് അധ്യായം 24 മുതൽ 26 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. മാർക്ക് ചാപ്റ്റർ 11 വേഴ്സ് 24 to 26 നമുക്ക് വായിച്ച് കേൾക്കാം. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെ ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ, എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെ ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതുമുണ്ടെങ്കിൽ അവനോട് ക്ഷമിപ്പീൻ. നിങ്ങൾ ക്ഷമിക്കാഞ്ഞാലോ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കയില്ല. ദൈവത്തിന് സ്തോത്രം. നല്ല വചനത്തിനായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ കർത്താവ് പഠിപ്പിച്ച ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കാനായിട്ട് പോകുന്നത്. മർക്കോസ് ഈ ഭാഗം വിവരിക്കുന്ന സമയത്ത് വളരെ ദൈവത്തിന് സ്തോത്രം ശക്തിയേറിയ ഒരു ആത്മിക ദൂത് ഈ വാക്യത്തിനകത്തുണ്ട്. ഈ 11-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പം 4 കാര്യങ്ങൾ ഇവിടെ പഠിക്കാൻ കഴിയും. എന്നാൽ 3 കാര്യങ്ങൾ നമ്മൾ ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഞാൻ ആ ഭാഗങ്ങളെ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. ഈ വാക്യത്തിനകത്ത് വായിച്ച 3 വാക്യത്തിനകത്ത് കർത്താവ് പഠിപ്പിക്കുന്നൊരു കാര്യം, നിങ്ങൾ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ മറ്റുള്ളവരോട് ക്ഷമിച്ചിട്ട് വേണം പ്രാർത്ഥിക്കാൻ നിൽക്കാൻ. വലിയ പ്രയാസമുള്ള കാര്യമാണ് പറയുന്നത്. 2, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്കത് ലഭിച്ചു എന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. 3-ാമത്തെ കാര്യം, അങ്ങനെ പ്രാർത്ഥിച്ചാൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് ലഭിക്കും. ഇത്രയും നേരം ദൂത് പറയുമ്പോൾ ഈ മെസ്സേജ് അവസാനിക്കും. വിശ്വാസത്തിൻ്റെ കാര്യങ്ങളാണ് ഈ വാക്യത്തിനകത്ത് പരിശുദ്ധാത്മാവ് കുറിച്ചിരിക്കുന്നത്. ഇതിൻ്റെ 24-ാമത്തെ വാക്യത്തിൽ നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. 23-ാമത്തെ വാക്യത്തിൽ പറയുന്ന കാര്യമുണ്ട്, വിശ്വസിച്ചുകൊണ്ട് പറയണം. 2-ാമത്തെ വാക്യത്തിൽ പറയുന്ന കാര്യമുണ്ട്, വിശ്വസിച്ചുകൊണ്ട് പ്രവർത്തിക്കണം. ഇത് 3 ആശയമാണ് ഈ വാക്യത്തിലോട്ട് നിങ്ങളുടെ ചിന്തകളെയും മനസ്സുകളെയും നമുക്ക് കൊണ്ടുവരാം. ക്ഷമിക്കുക എന്ന് പറഞ്ഞ 1-ാമത്തെ സന്ദേശത്തിലേക്ക് ക്ഷമിച്ചിട്ട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുന്ന ഒത്തിരി പേരുണ്ട്. ക്ഷമിച്ചിട്ട് പ്രാർത്ഥിക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അടുത്തിരിക്കുന്ന ആളെ നോക്കിയിട്ട് പറ, ക്ഷമിച്ചിട്ട് പ്രാർത്ഥിക്കണമെന്ന് പറ.